എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറി വീഡിയോ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ആഭരണപ്പെട്ടികൾ അല്ലെങ്കിൽ ആമാടപ്പെട്ടികളാണ്. നമുക്കറിയാം, വളരെ പണ്ടുകാലം മുതൽക്കേ തന്നെ ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷയുടെയും ആ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ആമാടപ്പെട്ടികളെ കണ്ടുപോന്നിരുന്നത്. പറയാൻ കാരണം, നമ്മുടെ പൂർവികർ അവരുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും രേഖകളുമൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇത്തരം സുരക്ഷിതമായ പെട്ടികളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പാദ്യങ്ങൾ അത് ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ സാമ്പത്തിക പരാജയങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് ആകസ്മികമായിട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പെട്ടികളിൽ പണം സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ആഭരണങ്ങൾ അവർ സൂക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അതിലൂടെ കൈമോശം വന്ന അവരുടെ ആ ഐശ്വര്യം അല്ലെങ്കിൽ ആ പണം അത് ആദ്യത്തേക്കാൾ പ്രൗഢിയോടുകൂടി വീണ്ടും തിരിച്ച് അവരിലേക്ക് തന്നെ വന്നു ചേരും. അങ്ങനെയായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിശ്വാസത്തിൽ ഇവർ അടിയുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ജീവിതത്തിലെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രംഗങ്ങളിലൊക്കെ അല്പസ്വല്പം പരാജയങ്ങൾ നേരിടേണ്ടി വന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും ഈ പെട്ടി വീട്ടിലിരിക്കുന്നിടത്തോളം കാലം അവരെ അത് വലിയ തോതിൽ ബാധിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ആമാടപ്പെട്ടി എന്നതിലുപരി വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും ആകർഷിക്കുന്ന, അതായത് കാന്തം പോലെ ആകർഷിക്കുന്ന ആ ഒരു പെട്ടി കൂടിയാണ്. മാത്രവുമല്ല, ഇതിൽ ആഭരണങ്ങൾ നിങ്ങൾ നിത്യവും സൂക്ഷിച്ചാൽ ആ ആഭരണങ്ങൾ ജീവിതകാലം മുഴുവനും ആ വ്യക്തിയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനൊരു പക്ഷേ നിങ്ങൾ ഈ ആഭരണങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ പണയം വയ്ക്കുകയോ ചെയ്താൽ പോലും വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലും, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് നിങ്ങളെ തേടി തിരിച്ചു വരുമെന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം. ഇത് പറയാൻ കാരണം വളരെയധികം ആളുകൾക്ക് ഈ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു പെട്ടി ആയതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ പെട്ടികൾ നിർമ്മിച്ചിരുന്നത് റോസ് വുഡിലായിരുന്നു. അതായത് നമ്മുടെ ഈട്ടിത്തടിയിൽ കടഞ്ഞെടുത്താണ് ഇവ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇതിലെ ഈ ചിത്രപ്പണികൾ അതൊരു അലങ്കാരമായി ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വിവരങ്ങൾ ഒരു ആമുഖമായിട്ട് ഇവിടെ ഇതിൽ പറയാൻ കാരണം, ഇന്നത്തെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വസ്തുക്കളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് അങ്ങ് കടന്നു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് GK പരമായി വളരെയധികം ഗുണം ചെയ്യും എന്ന് വിചാരിച്ച് ഒന്ന് വിവരിച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ തൊടുകുറി വീഡിയോയിലേക്ക് കടന്നു പോകാം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക കാര്യമാണ് ഇതിൽ നോക്കുന്നത്. നിങ്ങളുടെ മുൻപിലുള്ള ഈ 2 പെട്ടികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ നിങ്ങളിവിടെ തിരഞ്ഞെടുക്കുന്ന ഈ പെട്ടിയിലൂടെ നിങ്ങളുടെ ഭാവിയിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ബോക്സ് യാദൃശികമായി തിരഞ്ഞെടുത്താൽ പോരാ. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം കണ്ണ് പൊടുന്നനെ തുറക്കുമ്പോൾ ഇതിലേത് പെട്ടിയാണ് നിങ്ങളെ മാടി വിളിക്കുന്നത് അത് നിങ്ങളൊന്ന് ഉറപ്പിച്ചിട്ട് വേണം ആ പെട്ടി നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു പെട്ടി ഇവിടെ തിരഞ്ഞെടുത്തതിന് ശേഷം അത് തുറന്നു വന്ന് അതിനുള്ളിൽ ആ വസ്തുക്കൾ പുറത്തേട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് പോസിറ്റീവായി മാറാനുള്ള സാധ്യത അനേകമിരട്ടിയായി വർദ്ധിച്ചിരിക്കും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ 2 ബോക്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ബോക്സ് നിങ്ങൾ കൃത്യമായി ചൂസ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആദ്യമായി നമുക്ക് കറുത്ത ആമാടപ്പെട്ടി തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ഹരിതവർണ്ണത്തിലുള്ള പെട്ടിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വസ്തുക്കളെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഈ കറുപ്പ് നിറം അത് ഗൗരവത്തെയും സ്ഥായിയായ ഊർജത്തെയും സൂചിപ്പിക്കുന്ന ഒരു നിറമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ചും ഈ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വസ്തുക്കളെ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങളെയാണ്. അതിലൊന്നാമത്തേത് തടസ്സങ്ങൾ നീങ്ങുന്നു. കറുത്ത പെട്ടി തിരഞ്ഞെടുത്തവർ കഴിഞ്ഞ കുറച്ചു കാലമായി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന്
നിങ്ങൾക്ക് ഉടനെ മോചനം ലഭിക്കുന്നതായിരിക്കും. അത് സാമ്പത്തികമായിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള ആ ഒരു ശാശ്വത പരിഹാരവുമാകാം. ഇനി നിങ്ങൾക്ക് തന്നെ രണ്ടാമതായിട്ട് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. അതായത് ഇവിടെ ഈ പിച്ചളയുടെ ആ സുന്ദരമായ കെട്ടുകൾ പോലെ നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണാൻ പോകുന്ന സമയമാണ്. ഇത് തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഫലം കാണുന്നത്. അല്ലെങ്കിൽ ഒരു മുതിർന്ന സ്ഥാനം നിങ്ങൾ വഹിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം ബന്ധപ്പെട്ട അധികാരികൾ തന്നനുഗ്രഹിക്കുന്നതുമായിരിക്കാം. അതിന് നിങ്ങൾക്ക് തന്നെ മൂന്നാമത് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് സംരക്ഷണം. ഈ കറുത്ത പെട്ടി ആഭരണങ്ങളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ ദൈവികമായ ഒരു കാവൽ, അതായത് പാതുകാപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ശത്രുക്കളുടെ നീക്കങ്ങൾ ഉറപ്പായിട്ടും പരാജയപ്പെട്ടിരിക്കും. ഇനി നാലാമത്തേത് നിങ്ങൾക്ക് തന്നെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് സാമ്പത്തിക ഭദ്രത. പെട്ടിക്കുള്ളിലെ ആഭരണങ്ങൾ പോലെ അത് വളരെ സാവധാനത്തിലാണെങ്കിലും സുസ്ഥിരമായൊരു സമ്പാദ്യം ഇനി നിങ്ങളെ തേടി വരാൻ സമയമായിട്ടുണ്ട്. മാത്രവുമല്ല, ദീർഘകാലമായിട്ടുള്ള കടബാധ്യതകൾ നിങ്ങളിനി ഓരോന്നോരോന്നായി തീർത്തെടുക്കും എന്നാണ് റീഡിങ്ങിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ആദ്യത്തെ കറുത്ത ബോക്സ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ഹരിതവർണ്ണത്തിലുള്ള ആമാടപ്പെട്ടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഹരിതവർണ്ണം എപ്പോഴും ഈ പ്രകൃതിയുടെയും അതുപോലെ തന്നെ വളർച്ചയുടെയും അതുപോലെ തന്നെ ഈ പുതുജീവൻ്റെയും ആ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ കണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ പെട്ടി തിരഞ്ഞെടുത്തവരെ തേടി ഉടൻ തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത എത്തിച്ചേരുന്നതായിരിക്കും. അതൊരു വിവാഹ കാര്യമാകാം, അല്ലെങ്കിൽ പുതിയൊരു അതിഥിയുടെ വരവുമാകാം. ഇനി നിങ്ങൾക്ക് തന്നെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ഐശ്വര്യം. ഈ പച്ചപ്പ്, അതായത് വെജിറ്റേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും അത് കൂടുതൽ അളവിൽ വന്നു ചേരുമെന്നാണ് തൊടുകുറി ഫലമായിട്ട് ലഭിക്കുന്ന സൂചന. ഇത് പറയാൻ കാരണം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി നിലച്ചിരുന്ന ചില വരുമാന മാർഗങ്ങൾ അത് വീണ്ടും സജീവമാകുന്നതായിരിക്കാം. അതായത് വളരെ ദൂരത്ത് നിന്ന്, ഏഴാം കടലിൽ അക്കരെ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ദൂരത്തു നിന്നുള്ള സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ നിലച്ചിരുന്ന വരുമാന മാർഗങ്ങൾ അത് തുറക്കപ്പെടുന്നതായിരിക്കാം. അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള എല്ലാവിധ റിസോഴ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതുമാകാം. ഇനി നിങ്ങൾക്ക് തന്നെ അടുത്ത കാര്യം റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് യാത്രകൾ. ഈ പെട്ടിയിലെ വർണ്ണാഭമായിട്ടുള്ള ഡിസൈനുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ട് വരാനിരിക്കുന്ന ആഘോഷ നിമിഷങ്ങളെയാണ്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു വൻ സാമ്പത്തിക ബജറ്റോട് കൂടിയുള്ള യാത്ര പോകാനും നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം റീഡിങ്ങിൽ ഇത് വ്യക്തമായി പറയാൻ സാധിക്കും. ഇനി അടുത്തത് നിങ്ങൾക്ക് തന്നെ നാലാമത് റീഡിങ്ങിൽ കാണുന്നത് മനഃശാന്തി. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങൾ മാറി മനസ്സിന് നല്ല മനഃശാന്തി ലഭിക്കും. മാത്രവുമല്ല, പുതിയ സൗഹൃദങ്ങൾ നിങ്ങളെ തേടി വരും. പറയാൻ കാരണം, ഈ പെട്ടി തുറന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു പ്രകാശം പോലെ തന്നെ നിങ്ങളുടെ ജീവിതവും ശോഭിക്കാൻ ഇനി അങ്ങോട്ട് സാഹചര്യങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് റീഡിങ്ങിലെ ആ കണക്കുകൾ വെച്ച് നമുക്കിവിടെ ഉദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ പറഞ്ഞ വിവരങ്ങൾ ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ ആമാടപ്പെട്ടികൾ നമ്മൾ തുറന്നപ്പോൾ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ അത് പരമാവധി വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലേത് പെട്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾ ഓർക്കുക, നമ്മുടെ മറ്റുള്ളവരോടുള്ള പരോപകാരപ്രദമായ പ്രവൃത്തികളാണ് നമ്മുടെ വിധിയുടെ സിംഹഭാഗവും നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മ വിതച്ചാൽ നന്മ കൊയ്യാൻ സാധിക്കുമെന്ന ആ ഒരു ഉറച്ച വിശ്വാസം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.